നമസ്കാരം, നിഖിലാണ്. നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വേൾഡ് കപ്പിലെ സെമി ഫൈനൽ മത്സരങ്ങൾ ആയിരിക്കുകയാണ്. ഇന്നാണ് ആദ്യത്തെ സെമി ഫൈനൽ മത്സരം നടക്കുക. കരുത്തരായ രണ്ട് ടീമുകൾ നേർക്കുനേർ വരുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് ഇന്നത്തെ സെമി ഫൈനലിന്. ഏറ്റവും അപകടകാരികളായ രണ്ട് ടീമുകൾ, അത് സ്പെയിനും ഫ്രാൻസും രണ്ടും ഏറ്റുമുട്ടുന്നു എന്ന പ്രത്യേകതയാണ് ഇന്നത്തെ ആദ്യത്തെ സെമി ഫൈനലിന്. അതിന് നമുക്ക് ഈ ഒരു സെമി ഫൈനലിൻ്റെ മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഫ്രാൻസ് നമുക്കറിയാം ഈ ലോകകപ്പിലുടനീളം ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു. ഗ്രൂപ്പ് സ്റ്റേജിലാകട്ടെ, പിന്നീട് ഇങ്ങോട്ട് റൗണ്ട് ഓഫ് 32-ലും പ്രീ ക്വാർട്ടറിലും ക്വാർട്ടർ ഫൈനലിലും ഒക്കെ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് ഫ്രാൻസ് ഈ ഒരു സെമി ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത്. മറുവശത്ത് സ്പെയിനും ഒട്ടും മോശമല്ല. ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇതുവരെ തോൽവി അറിയാതെ എത്തിയ ടീമാണ് സ്പെയിനും. അവരും ഗ്രൂപ്പ് ഘട്ടത്തിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു. പിന്നീട് ഇങ്ങോട്ട് ഒരുപിടി പ്രകടനങ്ങൾ, ഇപ്പോൾ റൗണ്ട് ഓഫ് 32-ലായിക്കോട്ടെ, പ്രീ ക്വാർട്ടറിലായിക്കോട്ടെ, ക്വാർട്ടർ ഫൈനലായിക്കോട്ടെ, ഒക്കെ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടാണ് സ്പെയിനും എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നമുക്ക് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ, ടീമിൻ്റെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ, ഗ്രൂപ്പ് ഘട്ടത്തിൽ ഫ്രാൻസ് സെനഗലിനെ പരാജയപ്പെടുത്തി, നോർവേ പരാജയപ്പെടുത്തി, ഇറാഖിനെ പരാജയപ്പെടുത്തി. ഇതൊക്കെ 3-1, 3-0, 4-1 അങ്ങനെ വലിയ സ്കോർ മാർജിനിൽ തന്നെയാണ് വിജയങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി 9 പോയിൻ്റായിട്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് ഈ ഒരു ഫ്രാൻസ് ഗ്രൂപ്പ് ഘട്ടം അതിജീവിച്ച്, ഗ്രൂപ്പ് ഘട്ടം കടന്നുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് റൗണ്ട് ഓഫ് 32-ലേക്ക് എത്തിയത്. അവിടെയും ഫ്രാൻസ് സ്വീഡനെ 3-0 തകർത്തു. അവിടെ ഒരു 3 ഗോളിൻ്റെ പ്രകടനം കാഴ്ചവെച്ചു. അവിടെ നിന്നാണ് റൗണ്ട് ഓഫ് 60 പ്രീ ക്വാർട്ടറിലേക്ക് എത്തുന്നത്. അവിടെ 1-0 പരാഗ്വേ പരാജയപ്പെടുത്തി. നമ്മളറിയാം, പരാഗ്വേ ജർമ്മനി പോലൊരു ടീമിനെ പുറത്താക്കിയ ടീമാണ്. പരാഗ്വേക്കെതിരെയുള്ള മത്സരം അല്പം കടുപ്പം ഏറിയതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കടുപ്പമേറിയ മത്സരം. അത് അതിൻ്റെ 70-ാം മിനിറ്റിൽ എംബാപ്പെ നേടിയ ഒരു ഗോൾ, ആശ്വാസ ഗോൾ. അങ്ങനെ 1-0 ഒരു വിജയമാണ് ഫ്രാൻസ് സ്വന്തമാക്കിയത്. പിന്നീട് ഇങ്ങോട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് വന്നപ്പോൾ, ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോ ആയിരുന്നു ഫ്രാൻസിൻ്റെ എതിരാളികൾ. അവിടെയും ആദ്യ പകുതിയൊക്കെ ഫ്രാൻസിനൊന്ന് ചെറിയ രീതിയിലൊന്ന് കളം പിടിക്കാൻ ബുദ്ധിമുട്ടി. പക്ഷേ രണ്ടാം പകുതിയിൽ എംബാപ്പയും ഡിംബാലയും, ഒട്ടുമിക്ക മത്സരങ്ങളിലും എംബാപ്പയും ഡിംബാലയും തന്നെയാണ് ഫ്രാൻസിൻ്റെ വിജയശില്പികളായത്. ഇവിടെയും എംബാപ്പയും ഡിംബാലയും ഫ്രാൻസിൻ്റെ വിജയശില്പികളാവുന്നു. 2-0 ഒരു വിജയം മൊറോക്കോയ്ക്കെതിരെ നേടുന്നു. അങ്ങനെ 5 മത്സരങ്ങളിൽ നിന്ന് 13-ലധികം ഗോളുകൾ നേടിയിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ ഏറ്റവും അപകടകാരികൾ എന്നൊരു ടീം കൂടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 13-ലധികം ഗോളുകൾ അറ്റാക്കിങ്ങിലൂടെ നേടിയൊരു ടീം കൂടിയാണ് ഈ ഒരു ഫ്രാൻസ് എന്ന് ഉള്ളതും ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ മൊറോക്കോയ്ക്കെതിരെയും പരാഗ്വേക്കെതിരെയും ഒക്കെ മാത്രമാണ് ചെറിയ രീതിയിലൊന്ന് പതറിയത്. ബാക്കി മത്സരങ്ങളൊക്കെ വലിയ മാർജിനിൽ തന്നെ ആയിരുന്നു വിജയിച്ചത്. മറുവശത്ത് സ്പെയിനിലേക്ക് വന്നു കഴിഞ്ഞാൽ, സൗദിക്കെതിരെ ഒരു 4-0 വിജയം സ്വന്തമാക്കി, ഓസ്ട്രേലിയക്കെതിരെ ഒരു 3-0 വിജയം സ്വന്തമാക്കി, ഉറുഗ്വേക്കെതിരെ ഒരു 1-0 വിജയം സ്വന്തമാക്കുന്നു. പിന്നീട് പോർച്ചുഗലിനെ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ, ആദ്യത്തെ ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരമാണ്. ഈ 3 മത്സരത്തിൽ നിന്ന് 9 പോയിൻറ്റുകളാണ് സ്വന്തമാക്കിയത്. അങ്ങനെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് തന്നെയാണ് സ്പെയിനും ഈ ഒരു റൗണ്ട് ഓഫ് 32-ലേക്ക് എത്തുന്നത്. റൗണ്ട് ഓഫ് 32-ൽ പോർച്ചുഗലായിരുന്നു എതിരാളികൾ. അവിടെ 90 മിനിറ്റ് കഴിഞ്ഞുള്ള അധിക സമയത്തെ ആ ഒരു ഗോളിലാണ് മൈക്കൽ മെറീനോ വിജയശില്പിയായ ഒരു മത്സരം കൂടിയായിരുന്നു ആ ഒരു പ്രീ ക്വാർട്ടർ മത്സരം. അവിടെ 1-0 ഒരു വിജയം, 90 മിനിറ്റിന് ശേഷമുള്ള ആ ഒരു ഗോളിലെ വിജയത്തിലൂടെയാണ് സ്പെയിൻ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുന്നത്. ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തിനെതിരെ 2-1 ഒരു ആധികാരിക വിജയം നേടി. അതും ഈ പറഞ്ഞതുപോലെ അവസാന മിനിറ്റിൽ മത്സരം സമനിലയിലേക്ക് പോകും എന്ന ഉറപ്പിച്ച ഘട്ടത്തിൽ 88-ാം മിനിറ്റിൽ മൈക്കൽ മെറീനോ വിജയശില്പിയെ അവതരിക്കുന്നു. അങ്ങനെ ഒരു വിജയം സ്വന്തമാക്കുന്നു. അങ്ങനെയാണ് സ്പെയിൻ ഈ ഒരു സെമി ഫൈനലിലേക്ക് എത്തുന്നത്. ഈ ഒരു ഇതുവരെയുള്ള ഒരു അപരാജിതമായ ഒരു കുതിപ്പ് തന്നെയാണ്, പരാജയം അറിയാത്ത, തോൽവി അറിയാതെ വിജയങ്ങൾ മാത്രം സ്വന്തമാക്കിക്കൊണ്ടൊരു കുതിപ്പ് തന്നെയാണ് എന്തായാലും സ്പെയിനും നടത്തിയിട്ടുള്ളത്. ഒപ്പം പ്രതിരോധത്തിലും പന്തടക്കത്തിലും ടൂർണമെൻറ്റിൽ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം തന്നെ സ്പെയിൻ കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട താരങ്ങൾ ആരൊക്കെ എന്ന് നോക്കിയാൽ, ഫ്രാൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ എംബാപ്പെ, ഡെംബാലെ, ഒപ്പം മെയ്ഗ്നാൻ, ടോച്ച്മേനി അടക്കമുള്ള താരങ്ങളാണ് ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. ഇതിൽ തന്നെ എംബാപ്പയും ഡിംബാലയുമാണ് അവരുടെ ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഈ താരങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് അവർക്ക് വലിയ രീതിയിലുള്ള കരുത്ത് നൽകുന്നുണ്ട്. മറുവശത്ത് സ്പെയിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാമിൻ യമാലുണ്ട്, പെഡ്രിയുണ്ട്, മൈക്കൽ മെറീനോ ഉണ്ട്, നിക്കോ വില്യംസ് ഉണ്ട്. ഇവരൊക്കെ അടങ്ങുന്ന ഒരു വലിയ നിര തന്നെ എന്തായാലും സ്പെയിനും ഉണ്ട്. അതായത് എംബാപ്പയും ഡിംബാലയും അടങ്ങുന്ന ആ ഒരു ആക്രമണമാണെങ്കിൽ, മറുവശത്ത് യമാലും പെഡ്രിയും അടങ്ങുന്ന ഒരു നിര ഈ സ്പെയിനുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു യുവ നിരകൾ, എംബാപ്പയും ഒപ്പം ലാമിൻ യമാലും ഏറ്റുമുട്ടുന്ന ഒരു യുവ നിരയുടെ പോരാട്ടം കൂടിയാണ് നടക്കാൻ പോകുന്ന സെമിഫൈനൽ മത്സരത്തിൽ ഏറ്റവും ഒരു കീ ബാറ്റിലായിട്ട് നോക്കിയാൽ എംബാപ്പയും സ്പെയിൻ്റെ റൈറ്റ് ഡിഫൻസും തമ്മിലൊരു പോരാട്ടമായിരിക്കും ഇന്ന് നടക്കുക. അപ്പം ലാമിൻ യമാലും തിയോ ഹെർണാണ്ടസും തമ്മിലൊരു പോരാട്ടമായിരിക്കും നടക്കുക. പെഡ്രിയും
ടോഷ്മിനിയും തമ്മിലൊരു പോരാട്ടമായിരിക്കും. ഡെംബാലയും കുക്കുറെല്ലയും തമ്മിലൊരു പോരാട്ടമായിരിക്കും ഇന്നത്തെ മത്സരത്തിൽ നടക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് നേർക്കുനേർ പോരാട്ടങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഒരു ടാക്റ്റിക്കൽ അനലൈസ് നോക്കിയാൽ ഫ്രാൻസിൻ്റെ വേഗമേറിയ കൗണ്ടർ അറ്റാക്കുകളാണ്. അതായത് പന്ത് കിട്ടിയാൽ അതിവേഗത്തിൽ എതിർ പോസ്റ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. 4 അറ്റാക്കർമാരെ ഉപയോഗിച്ചുള്ള ആക്രമണ ശൈലി ഫ്രാൻസിനുണ്ട്. നമുക്കറിയാം എംബാപ്പയും ഡിംബാലയും അടങ്ങുന്ന ആ 2 പേരാണ് പ്രധാനമായി നയിക്കുന്നത്. അവരുടെ കാലിൽ പന്ത് കിട്ടിയാൽ അവർ എത്രയും വേഗം അത് ഗോളാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. അത് അവർക്ക് വലിയ രീതിയിൽ പല മത്സരങ്ങളിലും അവർക്ക് ഗുണം ചെയ്യാറുണ്ട്. ഒപ്പം സെറ്റ് പീസുകളിലൊരു മികവ് അവർ കാട്ടാറുണ്ട്. അപ്പം എംബാപ്പയ്ക്ക് സ്പേസ് കിട്ടിയാൽ ആ സ്പേസ് താരം കൃത്യമായി അത് വിനിയോഗിക്കുന്ന ഒരു കാഴ്ച നമ്മൾ എന്തായാലും എല്ലാ മത്സരത്തിലും കാണാറുണ്ട്. ഇനി സ്പെയിനിലേക്ക് വന്നു കഴിഞ്ഞാൽ 60% മുകളിൽ പന്ത് കൈവശം വെക്കുന്ന ഒരു ശൈലിയാണ് സ്പെയിനിനുള്ളത്. പല മത്സരങ്ങളിൽ അത് അവർക്ക് ഗുണം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ ആ പന്ത് കൈവശം വെക്കുമ്പോഴും അത് ഫിനിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ മത്സരങ്ങൾ പലതും കൈവിട്ടു പോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയ പാസുകളുടെ ലോങ് അല്ലാതെ കുഞ്ഞൻ പാസുകളിലൂടെ ഒരു കളി ബിൽഡ് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് സ്പെയിനിൽ കാണാൻ സാധിക്കും. ഒപ്പം ഇരു വിങ്ങുകളിലൂടെയുള്ള നിരന്തരമായ ആക്രമണവും നമുക്ക് എന്തായാലും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും മത്സരം 90 മിനിറ്റ് കഴിയുമ്പോഴും സമനിലയിൽ നിന്ന് എക്സ്ട്രാ ടൈമും പെനാൽറ്റി ഷൂട്ടൗട്ടും വരെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ 2-1 ഒരു വിജയം ഫ്രാൻസിന് അനുകൂലമാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എൻ്റെ ഒരു പ്രഡിക്ഷൻ 2-1 ഒരു വിജയം ഫ്രാൻസിനുണ്ടാകും എന്നുള്ളതാണ്. അല്ലെങ്കിൽ 90 മിനിറ്റും സമനിലയായതിനു ശേഷം എക്സ്ട്രാ ടൈമും പെനാൽറ്റി ഷൂട്ടൗട്ട് വരെ മത്സരം പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഇന്ന് നടക്കാൻ പോകുന്ന സെമി ഫൈനൽ പോരാട്ടത്തിൻ്റെ ഒരു ഓവറോൾ കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ സെമി ഫൈനൽ വരെ എത്തിയ 4 ടീമുകളുണ്ടല്ലോ, ആ 4 ടീമുകളെ വെച്ചിട്ട് ഇതുവരെയുള്ള പ്രകടനങ്ങൾ, പ്രധാനപ്പെട്ട താരങ്ങൾ, അവരുടെ പ്രകടനങ്ങൾ, ഒപ്പം ഗോൾഡൻ ബൂട്ട് റേസ്, ഇതൊക്കെ നമുക്ക് ഇന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ഈ സെമി ഫൈനലിൽ തൊട്ട് മുമ്പ് വരെയുള്ള പ്രകടനം നോക്കിയാൽ ബെസ്റ്റ് പെർഫോമറിലേക്ക് വന്നു കഴിഞ്ഞാൽ കിലിയൻ എംബാപ്പെ, ഫ്രാൻസിൻ്റെ എംബാപ്പെ ആ ഒരു ലിസ്റ്റിൽ തന്നെ ഉണ്ട്. പല മത്സരങ്ങളിലും ഒറ്റയ്ക്ക് ടീമിനെ വിജയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഗ്രൂപ്പ് സ്റ്റേജിലും റൗണ്ട് ഓഫ് 16ലും ക്വാർട്ടർ ഫൈനലിലും ഒക്കെ ഗോൾ നേടുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. വലിയ മാച്ചുകളിൽ ഉള്ള കൺസിസ്റ്റൻസി അത് തുടരുന്നുണ്ട് എംബാപ്പെ എന്നുള്ളതാണ്. അതിപ്പം ഗോൾഡൻ ബോളിലേക്കുള്ള ആ ഒരു റേസിൽ മുമ്പിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ജൂഡ് ബെല്ലിംഗാം ഇംഗ്ലണ്ടിൻ്റെ താരമാണ്. ബെല്ലിംഗാമും ഒരു മാച്ച് വിന്നർ ആണ്. ഇപ്പോൾ നോർവേക്കെതിരെ ഉള്ള മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് ബെല്ലിംഗാമിൻ്റെ പ്രകടനം. ഒരു മാച്ച് വിന്നിങ് ഇന്നിങ്സ് അല്ലെങ്കിൽ മാച്ച് വിന്നിങ് പ്രകടനം എപ്പോഴും ബെല്ലിംഗാമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ മിഡ്ഫീൽഡിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു താരം കൂടിയാണ് ബെല്ലിംഗാം. ഒരു ഓൾറൗണ്ട് പെർഫോമൻസ്, ഇപ്പോൾ മിഡ്ഫീൽഡിൽ മാത്രമല്ല അത്യാവശ്യം നല്ല അറ്റാക്കിലേക്ക് കയറി ഗോൾ അടിക്കുന്നതിലും ഒരു നിർണായക പങ്ക് ബെല്ലിംഗാം വഹിക്കുന്നുണ്ട്. മറ്റൊരു താരം നമുക്കറിയാം അർജൻറ്റീനയുടെ ലയണൽ മെസ്സിയാണ്. അർജൻറ്റീനയുടെ ഒരു ക്രിയേറ്റീവ് ലീഡർ തന്നെയാണ് മെസ്സി എന്ന് പറയാം. ഗോളായാലും അസിസ്റ്റായാലും നോക്കൗട്ടിലടക്കം അത് താരത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എല്ലാ മത്സരത്തിലും കൃത്യമായ ഇൻഫ്ലുവൻസ് മെസ്സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. അത് ടീമിൻ്റെ വിജയത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായകമാകാറുണ്ട് മെസ്സിയുടെ പെർഫോമൻസ്. ഒപ്പം ഒരുപിടി താരങ്ങളും കൂടിയുണ്ട് ഈ ഒരു പ്രകടനത്തിൽ. നമുക്കറിയാം മൈക്കൽ മെറീനോ ഉണ്ട്, ലാമിൻ യമാലുണ്ട്, ഡെംബാലയുണ്ട്, ജൂലിയൻ അൽവാരസ് ഉണ്ട്. ഈ താരങ്ങളൊക്കെ എന്തായാലും ബെസ്റ്റ് പെർഫോമർ തന്നെയാണ്. ഈ ടൂർണമെൻറ്റിലുടനീളം മികച്ച പ്രകടനം തന്നെ ഈ താരങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ഗോൾ നേടി ഒരു ഗോൾഡൻ ബൂട്ട് റേസിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ മുമ്പിലുള്ളത് ലയണൽ മെസ്സി തന്നെയാണ്. 8 ഗോളുകൾ മെസ്സിയുടെ ഭാഗത്തുണ്ട്. കിലിയൻ എംബാപ്പെ തൊട്ടു പിന്നിലുണ്ട് 7 ഗോളുകളുമായി. ജൂഡ് ബെല്ലിംഗാം 6 ഗോളുകളുമായി പിന്നിലുണ്ട്. ജൂലിയൻ അൽവാരസ് 5 ഗോളുണ്ട്. ഒപ്പം ബർക്കോള 5 ഗോളുമായി അതിന് പിന്നിലുണ്ട്. ഇത് നമ്മൾ സെമി ഫൈനൽ വരെ പ്രവേശിച്ച ടീമുകളിലുള്ള പ്രധാന താരങ്ങളൊക്കെയാണ്. ഇനി ഇതിനൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം കൂടി, ഗോൾ അടിക്കുന്നതിനൊപ്പം ഗോൾ അടുപ്പിക്കുക എന്നൊരു കാര്യം കൂടിയുണ്ട്. അതിലും നിർണായകമാകുന്ന ചില പ്രകടനമുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ലയണൽ മെസ്സിയുടെ കാര്യം തന്നെയാണ്. മെസ്സി 8 ഗോളുകൾ എന്തായാലും നേടി. പക്ഷേ ടീമിലെ 6 ഗോളുകൾ അടുപ്പിക്കാൻ മെസ്സി വഴിയൊരുക്കി കൊടുത്തു എന്നുള്ളതാണ്. അതായത് 6 അസിസ്റ്റുകൾ മെസ്സിയുടെ പേരിലുണ്ട്. പിന്നീടുള്ളത് ലാമിൻ യമാലാണ്. 5 അസിസ്റ്റാണ് യമാലിനുള്ളത്. എംബാപ്പെ 4 അസിസ്റ്റുമായി ആ പട്ടികയിലുണ്ട്. പെഡ്രി 4 അസിസ്റ്റുണ്ട്. ബെല്ലിംഗാം 3 അസിസ്റ്റ് ബെല്ലിംഗാമിൻ്റെ പേരിലും ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഗോൾ അടിക്കുന്നതിലും അടുപ്പിക്കുന്നതിലുമൊക്കെ ഈ താരങ്ങൾ മുൻപിലുണ്ട് എന്നുള്ളതാണ്. മെസ്സി ആയാലും എംബാപ്പെ ആയാലും ബെല്ലിംഗാം ആണെങ്കിലും ഒക്കെ ഗോളുകൾ അടിക്കുന്ന പട്ടികയിലും ഗോളുകൾ അടുപ്പിക്കുന്ന പട്ടികയിലും ഉണ്ട് എന്നുള്ളതാണ്. അതായത് ടീമിൻ്റെ വിജയത്തിൽ എപ്പോഴും നിർണായകമാകുന്ന ഒരു പിടി താരങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ പ്രധാനപ്പെട്ട 3 താരങ്ങളുടെ പേര് ആദ്യം തന്നെ പറഞ്ഞ്, അതായത് ഈ ടൂർണമെൻറ്റിലെ ബെസ്റ്റ് പെർഫോമർ ആരൊക്കെ എന്ന പട്ടിക പറഞ്ഞപ്പോൾ ഈ പേരുകൾ പറയാൻ കാര്യം അതുതന്നെയാണ്. കാരണം ഗോളുകൾ നേടുക എന്നതിനപ്പുറം ഗോളുകൾ നേടുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു, ഗോളുകൾ അടുപ്പിക്കുന്നു,
ഒരു അസിസ്റ്റ് ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് മെസ്സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 14 ഗോളുകൾക്ക് 8 ഗോൾ നേടുകയും 6 ഗോളുകൾക്ക് അസിസ്റ്റ് നൽകുകയും അങ്ങനെ 14 ഗോളുകൾക്ക് മെസ്സി ഭാഗമാകുന്നു എന്നുള്ളതാണ്. എംബാപ്പെ 7 ഗോൾ നേടുകയും 4 ഗോളുകൾ അസിസ്റ്റ്, 11 ഗോളുകൾക്ക് എംബാപ്പെ ഭാഗമാകുന്നു. ഒപ്പം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ബെല്ലിംഗാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ബെല്ലിംഗാം 6 ഗോളുകൾ നേടുന്നു, 3 അസിസ്റ്റ് ഉണ്ട്. അങ്ങനെ 6 3 9 വരുന്നു. അങ്ങനെ ഗോളുകൾ നേടുന്നു, ഒപ്പം ഗോളുകൾ നേടാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബെസ്റ്റ് പെർഫോമർ എന്നുള്ളൊരു പട്ടികയിലെ ഈ 3 താരങ്ങളെ പ്രധാനമായും ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ സെമി ഫൈനൽ മത്സരം അത് കടുത്ത പോരാട്ടം തന്നെയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നിനി സെമി ഫൈനൽ കഴിഞ്ഞ് നാളെ സെമി ഫൈനൽ പോരാട്ടമുള്ളത് അർജൻറ്റീനയും ഒപ്പം ഇംഗ്ലണ്ടും തമ്മിലൊരു നേർക്കുനേർ പോരാട്ടമാണ് ഇനി നാളെ ഉള്ളത്. ആ മത്സരവും ആരാധകരൊക്കെ ഉറ്റുനോക്കുന്നൊരു പോരാട്ടമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ മത്സരത്തിലാണ് എല്ലാ താരങ്ങളും ഉറ്റുനോക്കുന്നത്. ഫ്രാൻസ് തുടർച്ചയായി 3-ാം വട്ടവും ഫൈനലിലേക്ക് പ്രവേശിക്കുമോ, അതോ ഫ്രാൻസിനെ വീഴ്ത്തിക്കൊണ്ട് സ്പെയിൻ ഫൈനലിലേക്ക് വരുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അതിനുവേണ്ടിയാണ് നമ്മളും കാത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിൻ്റെ സമയം അത് ഇവിടെ പൂർണ്ണമാവുകയാണ്. എം നിഖിൽ കുമാർ.